ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. 6:45 7 മണി ആ ഒരു ടൈമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ സുജിത്തേട്ടൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളെക്കാളും നന്നായിട്ട് വീടറിയുന്ന ഒരാളിതാ ബാക്കിൽ വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ആ ആളിതാ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ കുട്ടൻ ബായി ആണ് കേട്ടോ. കുട്ടൻ ബായിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് ആൾ കയറി ഇരുന്നതാണ് കേട്ടോ. എന്നിട്ടോ ഞങ്ങളെ എവിടേക്കോ ഏതൊക്കെയോ ഗുദാമിലൊക്കെ കൊണ്ടുപോയി അവിടേക്ക് കാണിച്ച് ലാസ്റ്റ് വഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ഞങ്ങൾ പെട്ടുപോയി. അവസാനം നമ്മൾ റിട്ടേൺ അടിച്ച് ഒരു വിധത്തിൽ നമ്മൾ ആ വീട്ടിലെത്തി. അങ്ങനെ ഇതാ നമ്മളെത്തി. ഇവിടെ സുജിത്തേട്ടൻ്റെ കുഞ്ഞുമാവനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ കുഞ്ഞുമാവയ്ക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ഇവിടെ എത്തിയപ്പം മൂപ്പര വൈഫിൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഭയങ്കര കളിയായി. അച്ഛനും അഹിയും കൂടി ഭയങ്കര കുത്തി മറഞ്ഞ കളികളൊക്കെ ആയിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കത്തിയടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ കുറേ ചക്കയുണ്ട്, ഒന്ന് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചക്കയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഷൈജേട്ടൻ്റെ ഊരെ ഒളുക്കിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായാലും സുജിത്തേട്ടൻ തന്നെയാണ് ചക്കയും ചുമന്ന് നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളൊരു ചക്കയും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആഹിക്ക് തീരെ അവിടുന്ന് വരാൻ മനസ്സിലിട്ട്. അതും ഇവർ ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച് രണ്ടാളും ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം എന്നാൽ ശരിയടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് ആളിങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് കാറിൻ്റെ അടുത്തേക്ക് നടക്കാനുണ്ട് കേട്ടോ. അവിടേക്കൊരു എന്താ പറയുക, ഒരു കയറ്റാണ്, ഭയങ്കരമായ ഒരു കയറ്റാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇരുട്ടാണ് കേട്ടോ, നല്ല ഇരുട്ടാണ്. ഓൾമോസ്റ്റ് 9:30 ആവാനായിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ ചക്കയൊക്കെ കൊണ്ടിട്ട് ഇതാ കാറിലിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ചുറ്റി അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു എന്താ പറയുക, നമ്മൾ ചുറ്റി കളിച്ചെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല കുറേ ചിരിയും കുറേ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.